വിദ്വേഷ പരാമർശത്തിൽ PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കുന്ന PC ജോർജിന് ജാമ്യം നൽകാനാകില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയാണ്. ബിനിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, PC ജോർജിന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഈ പലതരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിൽ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണോ ഇപ്പോൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നത്? കോടതിയുടെ നിരീക്ഷണം എന്താണ്? ഇനി ഇതിൽ PC ജോർജിനെതിരെ അന്വേഷണ സംഘം അല്ലെങ്കിൽ എന്ത് നടപടിയാണ് ഉണ്ടാവുക? PC ജോർജിന് മുൻപിൽ എന്ത് നിയമസാധുതയാണുള്ളത്? PC ജോർജ് അറസ്റ്റ് ഭയക്കേണ്ടി വരും. കാരണം ഹൈക്കോടതി കൂടി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടുകൂടി സ്വാഭാവികമായും ഈരാറ്റുപേട്ട പോലീസ് PC ജോർജിന് വേണ്ടിയുള്ള തിരച്ചിൽ ഉടൻ തന്നെ തുടങ്ങും. PC ജോർജിനെ കണ്ടെത്തിയാൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, PC ജോർജിന് വേണമെങ്കിൽ ഇനി സുപ്രീം കോടതിയിലേക്ക് പോവുക എന്നത് മാത്രമാണ് നിയമപരമായ പരിഹാരമുള്ളത്. അവിടെ ഹൈക്കോടതിയുടെ ആ ഉത്തരവിൻ്റെ പൂർണ്ണരൂപം പുറത്തേക്ക് വന്നിട്ടില്ല. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തന്നെ കടുത്ത വിമർശനങ്ങളാണ് ഇക്കാര്യത്തിൽ ഉയർത്തി. കാരണം PC ജോർജിന് മുൻപ് സമാനമായ കേസുകളിൽ ഹൈക്കോടതി തന്നെ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ആവർത്തിക്കുന്ന കുറ്റകൃത്യം അത് അപകടകരമാണ് എന്നതാണ് കോടതിയുടെ നിലപാട്. കാരണം ഹൈക്കോടതിയുടെ ഉത്തരവ് തന്നെയാണ് തുടർച്ചയായി PC ജോർജ് ലംഘിച്ചുകൊണ്ടിരിക്കുന്നത്. PC ജോർജിന് മുൻപ് ജാമ്യം അനുവദിച്ചപ്പോൾ തന്നെ കോടതി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇനി ആവർത്തിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ജോർജ് ഇതൊന്നും കേൾക്കുന്നില്ല. അദ്ദേഹം തുടർച്ചയായി ഇതേ രീതിയിലുള്ള പരാമർശങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും ഒടുവിൽ ഒരു ചാനൽ ചർച്ചയുമായി നടത്തിയ വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് PC ജോർജിന് വീണ്ടും പ്രതിസന്ധി ഉണ്ടാകുകയും ഇപ്പോൾ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ കോട്ടയം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു. അതിനെതിരെയാണ് ഹൈക്കോടതിയിലേക്ക് PC ജോർജ് എത്തിയത്. ഹൈക്കോടതിയും മുൻകൂർ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്തിരിക്കുന്നു. സ്വാഭാവികമായും അറസ്റ്റിലേക്ക് തന്നെ പോലീസ് പോകേണ്ടി വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നതാണ് ആ ഉത്തരവിൻ്റെ പൂർണ്ണരൂപം പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് അറിയാനുള്ളത്. എന്തായാലും കടുത്ത വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് PC ജോർജ് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ, സമാന കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കോടതി അത് തന്നെയാണ് ഈ ജാമ്യം നിഷേധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവുമായി PC ജോർജ് കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അതിനൊന്നും കോടതി ആ തരത്തിൽ കാണുന്നില്ലേ? PC ജോർജിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ കരുതണമോ? പോലീസിന്റെ നീക്കം ഉണ്ടായാൽ പോലീസ് ഇന്ന് തന്നെ PC ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേസമയം PC ജോർജിന് മുന്നിൽ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള നിയമപരമായ സാധ്യതയുമുണ്ട്. അതിന് PC ജോർജ് ഒരുപക്ഷെ പോലീസ് നീക്കമുണ്ടായാൽ ഒളിവിൽ പോകേണ്ടി വരും. അല്ല എങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. എന്തായാലും ഇപ്പോൾ കോടതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത്, PC ജോർജ് ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. നാക്കുപിഴ, അപ്പോൾ തന്നെ തിരുത്തി തുടങ്ങിയ കാര്യങ്ങൾ PC ജോർജ് കോടതിയെ അറിയിച്ചിരുന്നു. പക്ഷേ ഈ അബദ്ധങ്ങൾ ആവർത്തിക്കുന്ന ഒരാൾ, ആ വ്യക്തിയെ എങ്ങനെ ഇനി ജാമ്യം അനുവദിക്കാൻ കഴിയും എന്നതായിരുന്നു കോടതിയുടെ നിലപാട്. അതോടൊപ്പം തന്നെ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഈ മതവിദ്വേഷ പരാമർശങ്ങൾ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. നമ്മുടെ ഒരു സമൂഹത്തിന് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യം ആവർത്തിച്ച് പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ അതിൻ്റെ ഈ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ അത് ഇപ്പോഴും അത് ചെറിയ ശിക്ഷയാണുള്ളത്. അത് പരിഷ്കരിക്കേണ്ട ആവശ്യകതയടക്കമാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നത് നേരത്തെ ഈ കേസ് വരികയും. അതുകൊണ്ട് തന്നെ കോടതി ഇത്തരം പരാമർശങ്ങളെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാരണം നമ്മുടെ ഈ സമൂഹത്തിലെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിന് തന്നെ വലിയ വിഘാതമുണ്ടാക്കുന്ന ചില പ്രസ്താവനകൾ നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ വരുമ്പോൾ അതിനെ ഈ സാധാരണ കണ്ടുവിടുന്നത് പോലെ വിടാൻ കഴിയില്ല എന്നതാണ് കോടതിയുടെ നിലപാട്. പ്രത്യേകിച്ച് PC ജോർജ് ഒരു 40 വർഷത്തോളം ഒരു MLA ആയിരുന്നു, നിയമസഭാംഗമായിരുന്ന ഒരു വ്യക്തിയാണ്. ബിനിലാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. വിദ്വേഷ പരാമർശത്തിൽ PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. PC ജോർജിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും. എന്താണ് അടുത്ത പോലീസ് നീക്കം? ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ എന്താ? തരത്തിലുള്ള വിശദാംശങ്ങൾ ഇനി ഹൈക്കോടതിയിൽ നിന്ന് ലഭ്യമാകേണ്ടിയിരിക്കുന്നു. എന്തായാലും PC ജോർജിന് ജാമ്യമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.